ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ എത്തിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ കുറച്ച് കറ്റാർവാഴ ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ കറ്റാർവാഴ കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. കറ്റാർവാഴ വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് പ്രത്യേകിച്ച് വളങ്ങളോ ഇതൊന്നും ആവശ്യമില്ല. ഇത് തന്നെ ഇതിന്ന് പൊട്ടി പുതിയ പുതിയ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ കറ്റാർവാഴ നല്ലൊരു മരുന്നാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. മുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ലൊരു തണുപ്പ് തരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു തൈയെങ്കിലും ഉണ്ടാക്കി വെക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല ഈ കറ്റാർവാഴ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ കറ്റാർവാഴ കൊണ്ട് നമുക്ക് ജെല്ല് ഉണ്ടാക്കാം, ഫേസ് സോപ്പ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷ് ഉണ്ടാക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കാം. ആദ്യം തന്നെ ഈ കറ്റാർവാഴയുടെ ലാസ്റ്റത്തെ വരുന്ന തണ്ടാണ് ഞാനിവിടെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയും തണ്ടുകളാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് അറ്റത്ത് നിന്ന് ഒരു യെല്ലോ കളർ ഡിസ്ചാർജ് വരും. അപ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ അത് നമ്മൾ കളയണം, ചെയ്തെടുക്കണം. ഇതിൻ്റെ സ്കിന്ന് നമുക്ക് വേണ്ട, അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇത് നമുക്ക് പീലർ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ പീൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നല്ല ചെറിയ കഷ്ണമല്ല, ഒരു 5 സെൻറ്റിമീറ്ററുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ തോല് കളഞ്ഞെടുക്കാനും സുഖം തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കുറച്ച് മറ്റേ സ്ക്വയർ ഷേപ്പായിട്ടാണ് തോല് കളഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഇതാ എല്ലാം തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലൂടെ, നല്ല നൈസായിട്ടുള്ള ഒരു അരിപ്പയിലൂടെ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പം ഇത് മുഴുവൻ നമ്മൾ അരിച്ചെടുത്തു. ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല വൃത്തിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ പത വന്നിരിക്കും. അപ്പോൾ അത് നമുക്ക് പതുക്കെ അതിങ്ങോട്ട് എടുക്കണം കേട്ടോ. ഈ പത നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് കളയണം. അത് മേലെ നിങ്ങോട്ട് പതുക്കെ ഒരു സ്പൂൺ വെച്ചുകൊണ്ട് എടുത്താൽ അതിങ്ങോട്ട് പോരും. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഈ ഇതന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ജെലാറ്റിൻ ഉണ്ടെങ്കിൽ ജെലാറ്റിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു അലോവേര ജെല്ലിൻ്റെ ഒരു ഫോർമുല കിട്ടും ഇത്. ഇപ്പോൾ ഈ ജ്യൂസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റണം. നന്നായി തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നുള്ളൂ. കാരണം ഇതിലേക്ക് കുറച്ച് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പകുതിയിൽ മാത്രമേ ഇത് ചേർക്കുന്നുള്ളൂ. ബാക്കി പകുതി നമ്മൾ അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതിലേക്കൊരു 3 എണ്ണം ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ഐസ് ട്രേയിലേക്ക് ഇത് മാറ്റാം കേട്ടോ. ഒരു ഐസ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ നിന്ന് ഒരു രാത്രി മുഴുവൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ക്യൂബ്സായി കിട്ടും. ചെറിയ ട്രെയിലുള്ളത് ഞാൻ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഒഴിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്രെയിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ ട്രെയിൽ നിന്ന് ഈ ക്യൂബ്സൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രേ നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ട്രെയിൽ തന്നെയാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ ട്രെയിൽ നിന്ന് ഓരോന്നോരോന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള വിറ്റാമിൻ ഇ ഒഴിക്കാത്തത് നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.